ഹലോ ഓൾ, ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. WHO മുന്നോട്ട് വയ്ക്കുന്ന 2024 തീമെന്ന് പറയുന്നത് നമ്മൾ നരേറ്റീവുകളല്ല, ആത്മഹത്യ ചെയ്തതിൻ്റെ നരേറ്റീവുകളിലോട്ടല്ല ശ്രദ്ധിക്കേണ്ടത്, പകരം അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ചിന്ത ഷെയർ ചെയ്യുന്നത്, എന്തിനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്? മരിച്ച വ്യക്തികളെയാണോ, അതോ ഇനി മരിക്കാൻ പോകുന്നവരെയാണോ, അതോ മരിച്ചതിന് ശേഷം അവരോടൊപ്പം ജീവിച്ച് മരിക്കുന്നവരെയാണോ? തീർച്ചയായും നമുക്കറിയാവുന്ന ചില കണക്കുകളുണ്ട്. ഒരു വർഷത്തിൽ 8 ലക്ഷം പേർ മരിക്കുന്നു, ഒരു ദിവസം 3000 പേർ മരിക്കുന്നു, ഒരു 40 സെക്കൻഡിലും ഓരോ വ്യക്തികൾ മരണപ്പെടുന്നു, ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. മരിക്കുന്നു എന്നല്ല, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും ഈ കണക്കുകളിലൊക്കെയും പെടാത്ത കുറച്ച് പേരുണ്ട്. ആത്മഹത്യ ശ്രമം നടത്തി പരാജയപ്പെട്ടു പോകുന്നവരുണ്ട്. അവരിതിൻ്റെ 20 ഇരട്ടിയാണ് എന്ന് പറയുമ്പോൾ, ഓരോ ദിവസം 3000 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ 20 ഇരട്ടി എത്രയാണ്? 60,000 പേർ ആത്മഹത്യയെ ശ്രമിക്കുന്നുള്ളതാണ്. എനിക്ക് സംസാരിക്കാനുള്ളത്, ഞാൻ ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത് നിങ്ങളോടാണ്. ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരോട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അതൊരു സൊല്യൂഷനാണ്, അത് അവോയ്ഡ് ചെയ്യാനോ, എൻ്റെ ലൈഫിലെ ഡിസ്കംഫർട്ടായിട്ടുള്ള ചില അനുഭവങ്ങളെ, ചില ഇവൻറ്റുകളെ അവോയ്ഡ് ചെയ്യാനാകാം, അല്ലെങ്കിൽ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനാകാം ഞാൻ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ഇവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യേണ്ട ഒരു മെസ്സേജ്. നിങ്ങൾ ഈ കണക്കുകളൊക്കെ മനസ്സിലാക്കാത്ത വേറൊരു പഠനങ്ങളുണ്ട്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിയെ ചുറ്റി മിനിമം 5 പേർക്ക് ഡിസ്ട്രസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു 80% പേരും അതിൽ നിന്ന് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത ആ ഡിസ്ട്രസ്സിലോട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. 5 പേരെന്ന് പറയുമ്പോൾ കണക്ക് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു വർഷം 3000 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒരു വർഷം അല്ല, ഒരു ദിവസം 3000 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം 15,000 പേരാണ് അപ്പോൾ സൈക്കോളജിക്കൽ ഡിസ്ട്രസ്സിലോട്ട്, ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ബന്ധങ്ങളിൽ നിന്നും ഡിസ്ട്രസ് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളിലോട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ഈ ആശയം പങ്കുവയ്ക്കുന്നത് ആത്മഹത്യ ഒരു സൊല്യൂഷനെ തിരഞ്ഞെടുക്കുന്നവരോടാണ്. നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇതാണൊരു സൊല്യൂഷൻ ചിന്തിക്കുന്നു. നിങ്ങൾ ഒരാൾ രക്ഷപ്പെടുമ്പോൾ ചുറ്റുമുള്ള 5 പേരെയാണ് നിങ്ങൾ ആ മാനസിക ബുദ്ധിമുട്ടിലോട്ട് തള്ളിവിടുന്നത്. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. നിങ്ങളുടെ ചുറ്റും ആത്മഹത്യ ചെയ്തവരെ ഒന്ന് മനസ്സിലാക്കൂ. അവരുടെ അച്ഛൻ, അല്ലെ അവരുടെ അമ്മ, അവരുടെ സഹോദരൻ, അല്ലെ അവരുടെ സഹോദരി, അവരുടെ മക്കൾ, അല്ലെ അവരുടെ വേണ്ടപ്പെട്ടവർ, ഭാര്യ, ഭർത്താവ്, കുടുംബം ഒക്കെയും സാമ്പത്തികപരമായിട്ടാകാം, മാനസികപരമായിട്ടാകാം, അല്ലെങ്കിൽ പല മാൻ പവറായിട്ടാകാം, അങ്ങനെ പല രീതിയിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇവർക്ക് ഡിസ്ട്രസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ സൊല്യൂഷനെ തിരഞ്ഞെടുക്കുന്നവർ ചിന്തിക്കേണ്ടത്, നമ്മളുടെ സ്വാർത്ഥതയാണ് ആത്മഹത്യ, സൊല്യൂഷനല്ല. നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ അറിയാതെ നിങ്ങൾ തള്ളിവിടുന്ന ഈ 5 പേരെ ജീവിതകാലം മുഴുവൻ ഈ ഡിസ്ട്രസ്സിലൂടെ തള്ളിവിടുകയാണോ ചെയ്യേണ്ടത്? അതോ നമ്മളുടെ സൊല്യൂഷൻ, ഈ പറയുന്ന സൊല്യൂഷൻ അല്ല നമുക്ക് വേണ്ടത്. അവിടെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, നിങ്ങൾക്ക് ചുറ്റും ഈ സേവനങ്ങൾ തരാൻ സർക്കാരിൻ്റെ തന്നെ സൗജന്യ സേവനങ്ങളുണ്ട്. ആ സേവനങ്ങളെ നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കുക. ആത്മഹത്യ എന്ന് പറയുന്നത് സൊല്യൂഷനല്ല, സ്വാർത്ഥതയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന ഡിസ്ട്രസ്സിലോട്ട് തള്ളിവിടുന്ന സൊല്യൂഷനാണ് ആത്മഹത്യ, അല്ല നിങ്ങളുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ അല്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഹാപ്പി ലൈഫ്. തുടർന്നും ഈ ലോകത്ത് നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ തന്നെ, വിഷമങ്ങളിൽ തന്നെ, കഷ്ടപ്പാടുകളിൽ തന്നെ അതെങ്ങനെ അതിജീവിക്കാം എന്ന പ്രായോഗിക ബുദ്ധിയോടുകൂടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഹാപ്പി ലൈഫ്.